Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മുടെ ആദ്യത്തെ ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അണ്ടർസ്റ്റാൻഡിങ് റഷ്യസ് താലിബാൻ ഗോൺഗ്ലെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ റഷ്യ താലിബാൻ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ IR-ന്റെ ഒരു ഇതിലൂടെ നമ്മൾ ഈ ഒരു ന്യൂസിനെ നോക്കുന്ന ടൈമിൽ GS പേപ്പർ 2-ല് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി, okay, it shows how India deal with difficult regimes like Taliban, and ഇന്ത്യയുടെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമ്മളിവിടെ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്യാണ്ട് അവരായിട്ടുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരൊക്കെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ. ഓക്കെ, ആ ഒരു ജിയോ പൊളിറ്റിക്സ്, ഇന്ത്യയുടെ ആ ഒരു നൈബർഹുഡിലുള്ള ആ ഒരു ജിയോ പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യാസ് എക്സ്റ്റെൻഡഡ് നൈബർഹുഡ് അല്ലേ. അപ്പോൾ ഈ ഒരു റഷ്യയുടെ ഈ ഒരു മൂവ് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു പവർ ബാലൻസിനെ തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് ഇന്ത്യയുടെ ഒരു ഇതിൽ ഇന്ത്യയുടെ ആ ഒരു സെക്യൂരിറ്റി ആൻഡ് ട്രേഡ് റൂട്ടിലെ ആ ഒരു ആംഗിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ ഈ ഒരു കൗണ്ടർ ടെററിസം സ്ട്രാറ്റജിയെ പറ്റിയിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം, താലിബാന്റെ ആ ഒരു തീവ്രവാദമായിട്ടുള്ള ആ ഒരു ലിങ്ക് ഇറ്റ് എഫക്ട്സ് ഇന്ത്യ സെക്യൂരിറ്റി, എസ്പെഷ്യലി നമ്മുടെ കാശ്മീർ സൈഡിലൊക്കെ. അതേപോലെ തന്നെ ഈ ISIS-K, ഓക്കെ, ഖൊർസാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊർസാൻ എന്ന് പറയുന്ന ഈ ആൾക്കാര് ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ഓക്കെ, സോ ഇവര് ഈ സെൻട്രൽ അതേപോലെ ഈ സൗത്ത് ഏഷ്യയിലൊക്കെ, എസ്പെഷ്യലി നമ്മുടെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഈ ഒരു ഗ്രൂപ്പ് വളരെയധികം ആക്റ്റീവാണ്, ഈ ISIS-K. ഓക്കെ, സോ ഇവരുടെ ആക്രമണങ്ങള് അതായത് ഈ ഇന്ത്യ ആണെങ്കിലും റഷ്യ ആണെന്നുണ്ടെങ്കിലും ഈവൻ നമ്മുടെ ചൈന അടക്കം ദേ വെറി അബൌട്ട് ദി ISIS-K അറ്റാക്സ്. അതേപോലെ തന്നെ ഈ ഒരു ദീസ് ഇവന്റ്, അതായത് ഈ ഒരു ഗ്രേറ്റ് പവർ ഡിപ്ലോമസി, this even shows how global powers like Russia, China and India are dealing with a common problem in different ways. ഓക്കെ, സോ ഇത് നമുക്ക് GS പേപ്പർ 2-ല് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ റിലേഷൻ, നിങ്ങൾക്ക് SA പേപ്പറിലൊക്കെ ഈ ഡിപ്ലോമസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കൊക്കെ ആണല്ലോ. ഈ നാഷണൽ ഇൻട്രസ്റ്റും എത്തിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ജൂലൈ 3-ാം തീയതി 2025 ജൂലൈ 3-ന് നമ്മുടെ റഷ്യ താലിബാൻ ഗവൺമെന്റിനെ, അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ ഗവൺമെന്റിനെ ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തു. നോൺ ആസ് ദി, അവരുടെ പേര് ഒരു ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. സോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, താലിബാൻ, അതായത് റഷ്യ താലിബാനെ അലൗ ചെയ്തു ടു അപ്പോയിന്റ് ദെയർ അംബാസിഡർ, ഓക്കെ, ഗുൽ ഹസൻ, ടു ദി അഫ്ഗാൻ എംബസി ഇൻ മോസ്കോ. അവരെ ആ ഒരു എംബസിയിൽ ദേ ഓൾസോ റേസ്ഡ് ദി താലിബാൻസ് ഫ്ലാഗ്. ഓക്കെ, സോ ഇത് കാണിക്കുന്നതാണ്, ഇറ്റ് ഷോയിങ് ഫുൾ ഡിപ്ലോമാറ്റിക് റെക്കഗ്നിഷൻ അല്ല, ഇറ്റ് ഈസ് എ സിംബോളിക് ജസ്റ്റർ ഷോയിങ് ഫുൾ ഡിപ്ലോമാറ്റിക് റെക്കഗ്നിഷൻ. ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ, റഷ്യയുടെ മുമ്പുള്ള ഏർലിയർ പോളിസീസ് നമ്മൾ എടുക്കുന്ന ടൈമിൽ ദിസ് ഇസ് എ ബിഗ് ചേഞ്ച് ഇൻ റഷ്യാസ് ഏർലിയർ പോളിസി. ഓക്കെ, വേർ ദേ ഹാഡ് എൻഗേജ്ഡ് വിത്ത് താലിബാൻ, ബട്ട് അവർ ഇതുവരെ ഒരു ഫോർമലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദം ആസ് ദി അഫ്ഗാനിസ്ഥാൻസ് ഒഫീഷ്യൽ ഗവൺമെന്റ്. സോ ഇത് കാണിക്കുന്നത് റഷ്യ നൗ ഒഫീഷ്യലി ട്രീറ്റ് ദി താലിബാൻ ആസ് ദി ലെജിറ്റിമേറ്റ് റൂളേഴ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. എന്തുകൊണ്ടാണ് റഷ്യ ഇത് ചോദിച്ചതെന്ന് വെച്ചാൽ, അല്ല, എന്തുകൊണ്ടാണ് റഷ്യ ഇത് ചെയ്തതെന്ന് വെച്ചാൽ, ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ പുടിനും ആൾക്കാരും പുറത്തേക്കൊന്നും വിട്ടിട്ടില്ല. ഓക്കെ, വൈൽ റഷ്യ ഹാസൻറ്റ് എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് ക്ലിയർലി. പോസിബിൾ റീസൺസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ആ ഒരു സെൻട്രൽ ഏഷ്യയിൽ ആ ഒരു ഇൻഫ്ലുവൻസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ടു കീപ് ദി ഡയലോഗ് ഓപ്പൺ വിത്ത് ദി താലിബാൻ. ഓക്കെ, ഒരു ടെററിസ്റ്റ് ത്രെട്ടുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു റീജിയണിൽ. സെക്യൂരിറ്റി കൺസേൺസ് ആയിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ US-ന്റെയും ആ ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആ ഒരു റീജിയണിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. ഓക്കെ, ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിട്ടും നമുക്കിതിനെ കാണാം. ഓക്കെ, സോ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ത്യ താലിബാൻ ഇതുവരെ ഒരു ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല അല്ലേ. സോ ഇത് തന്നെ കാണിക്കുന്നത് ആ ഒരു റീജിയണൽ ഡിപ്ലോമാറ്റിക് ചാലഞ്ചസ് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ സെക്യൂരിറ്റി കൺസേൺസിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ ടെററിസം, ഓക്കെ, ടെററിസം, ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ടെററിസം, അതേപോലെ തന്നെ ഈ OPM, ഹെറോയിൻ പോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഡ്രഗ് ട്രാഫിക്കിംഗ് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ റീജിയണൽ സ്റ്റെബിലിറ്റി ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ ഒരു ആംഗിളിൽ നിന്നാണ് കേട്ടോ അത് പറയാൻ, നമ്മുടെ ആ ഒരു സെക്യൂരിറ്റി കൺസേൺസ് ആണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ റഷ്യയുടെ ആ ഒരു ഫോറിൻ പോളിസി, ഓക്കെ, ഇറ്റ് ഷോസ് ഹൗ റഷ്യ ഈസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് റോൾ ഇൻ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, സോ ഈ റഷ്യയുടെ ആ ഒരു പോളിസി വിൽ ലുക്ക് ഓൺ ടു ഹൗ റഷ്യാസ് പോളിസി ടുവേർഡ്സ് ദി താലിബാൻ ഹാസ് ചേഞ്ച്ഡ് ഓവർ ടൈം.
1996 തൊട്ടിട്ട് 2001 വരെയുള്ള ഈ ഒരു കാലഘട്ടം ഇതൊരു ഹോസ്റ്റൽ ഫേസ് ആയിരുന്നു. അതായത് താലിബാൻ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്യൂറിങ് ദിസ് ടൈം 2001. പിന്നീട് നമുക്കറിയാലോ 2001 ശേഷം പിന്നീട് ഒരു ഇൻട്രീം അഫ്ഗാനിസ്ഥാൻ ഒരു ആൾക്കാർ വരികയും, അതായത് അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇൻറ്ററിം അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. US അവിടെ ഇൻവേഡ് ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷം പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനാണ് അവിടുത്തെ ഒരു അധികാരം പിടിച്ചെടുത്തത്. പിന്നീട് നമുക്കറിയാം 2001 താലിബാൻ പിന്നെയും അധികാരത്തിൽ വരികയാണ് ഉണ്ടായതല്ലേ. സോ ഈ ഒരു താലിബാൻ നൗ ഗവേൺസ് ദി കൺട്രി ആസ് ദി ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. സോ നമ്മൾ പറഞ്ഞു വന്നത് താലിബാൻ ആയിരുന്നു ഈ ഒരു സമയത്ത്, അതായത് 1996 തൊട്ട് 2001 വരെ അവരായിരുന്നു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. റഷ്യ അന്ന് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ത്രെട്ടായിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ കാബിളിൽ ഉണ്ടായിരുന്ന 1997 കാബിളിൽ ഉണ്ടായിരുന്ന ഇവരുടെ റഷ്യയുടെ എംബസി ഒക്കെ അവർ ക്ലോസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ താലിബാന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് എനിമികളുണ്ട്, അതായത് അവരുടെ തന്നെ ഒരു നോർത്തേൺ അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരെയൊക്കെ റഷ്യ സപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ചേഷ്യൻ സെപ്പറേറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ, അതായത് ഇവർ മെയിൻലി റഷ്യക്കെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്, ഇവരെ താലിബാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. സോ റഷ്യ ഈവൻ കൺസിഡേർഡ് എയർ സ്ട്രൈക്സ് ഓൺ അഫ്ഗാൻ സോയിൽ. പിന്നീട് ഈ 2001 തൊട്ടിട്ട്, അതായത് ഒരു 9/11 ഒക്കെ ഉണ്ടായിരുന്നു, 9/11 ശേഷം ഒരു ആന്റി താലിബാൻ സ്റ്റാൻസ് ആണ് റഷ്യ എടുക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ദി US അറ്റാക്ഡ് അഫ്ഗാനിസ്ഥാൻ ഇൻ ദി പോസ്റ്റ് 9/11. സോ അവിടെ തൊട്ടിട്ട് റഷ്യ യുഎസുമായിട്ട് കുറച്ചും കൂടി ചേർന്നിട്ട് ഒരു പ്രവർത്തിക്കാൻ തുടങ്ങി ഇൻ എഫേർട്ട് ടു റിമൂവ് ദി താലിബാൻ. 2003 റഷ്യ ഫോർമലി ലേബൽ ദി താലിബാൻ ടെററിസ്റ്റ് ഗ്രൂപ്പ്. പിന്നെ അവരുടെ മേലെയുള്ള UN സാങ്ഷൻസിനൊക്കെ റഷ്യ ബാക്ക് ചെയ്യാൻ തുടങ്ങി. 2010 തൊട്ടിട്ട് ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള എൻഗേജ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, റഷ്യ അവരുടെ അപ്രോച്ചും എല്ലാം നൈസായിട്ട് മാറ്റിക്കൊണ്ടിരുന്നു. അതായത് ദേ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് ദെയർ അപ്രോച്ച് ടുവേർഡ്സ് അഫ്ഗാനിസ്ഥാൻ. താലിബാനുമായിട്ടുള്ള അൺഒഫീഷ്യൽ ടോക്കുകളൊക്കെ ഇതിനിടയിൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനുമായിട്ട് റഷ്യ വർക്ക് ചെയ്തിട്ട് ദേ വർക്ക് വിത്ത് പാകിസ്ഥാൻ ടു പ്രൊട്ടക്ട് ഇറ്റ്സ് റീജിയണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഓൾ. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊർസാൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ്, ഓക്കെ, അവർക്കെതിരെ, അതായത് ദേ ഫോക്കസ്ഡ് ഓൺ ഫൈറ്റിംഗ് ദി ISIS-K. ഇവരെ ഒരു കോമൺ എനിമിയാണ്. ഓക്കെ, റഷ്യയുടെയും താലിബാന്റെയും ഒരു കോമൺ എനിമിയാണ് ഈ ഒരു ISIS-K എന്ന് പറയുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവർക്കെതിരെ ഉള്ള കുറെ നീക്കങ്ങളൊക്കെ നടത്തി. അതേപോലെ തന്നെ ദേ ലോഞ്ച് ദി മോസ്കോ ഫോർമൽ ടോക്സ്. അവര് താലിബാനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ദേ ഇൻവൈറ്റഡ് ബോത്ത് ദി താലിബാൻ ആൻഡ് ദി അഫ്ഗാൻ ഗവൺമെന്റ് ടു ഡിസ്കസ് പീസ്. സോ അവിടെ ഒരു സമറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു അതായത് 1996 തൊട്ട് 2001 വരെ വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. റഷ്യയുടെ ഒരു അപ്രോച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നീട് US കൂടെ ചേർന്നിട്ട് ഒരു ആന്റി ടെററിസം അപ്രോച്ച് റഷ്യ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2001 തൊട്ട് 2010 വരെ. പിന്നീട് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കുറെ എൻഗേജ്മെന്റ്സ് റഷ്യ നടത്തുന്നുണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് 2010 മുതൽ 2020 വരെ. പിന്നീട് ഇപ്പോൾ 2025 ഇത് ഫോർമലി റെക്കഗ്നൈസ്ഡ് താലിബാൻ. ഓക്കെ, സോ താലിബാനോടുള്ള നമ്മുടെ റഷ്യയുടെ കറന്റ് ഉള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ഒന്ന് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം നമുക്കറിയാം താലിബാൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളതിലെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു പവർ അവർ തന്നെയാണ്. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ടു ഡീൽ വിത്ത് ദം. ഓക്കെ, റഷ്യ ഇപ്പോൾ പറയുന്നത്, റഷ്യ നൗ സേസ് ദി താലിബാൻ ആർ ദ ഓൺലി റിയൽ പവർ ഇൻ അഫ്ഗാനിസ്ഥാൻ. സോ ഇറ്റ്സ് പ്രാക്ടിക്കൽ ടു ഡീൽ വിത്ത് ദം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ 2025 ഏപ്രിലിൽ ഈ താലിബാനെ റഷ്യയുടെ ടെററിസ്റ്റ് ലിസ്റ്റിൽ നിന്നും നൈസായിട്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അവർ നൈസായിട്ടുണ്ട് പാർഷ്യലി. ഓക്കെ, ബട്ട് ദേ ആർ സ്റ്റിൽ ഒഫീഷ്യലി ലിസ്റ്റഡ്, വിച്ച് ഷോസ് നോട്ട് എവരി വൺ ഇൻ ദി റഷ്യൻ ഗവൺമെന്റ് ഫുള്ളി ട്രസ്റ്റ് ദം. അതേപോലെ തന്നെ ഈ ഒരു താലിബാനായിട്ടുള്ളൊരു റെക്കഗ്നൈസ് ചെയ്തു എന്നെങ്കിൽ കൂടി ഒരു വലിയൊരു ട്രേഡോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡീൽസോ ഇതുവരെ നടന്നിട്ടില്ല. ഒരു സെക്യൂരിറ്റി ത്രെട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എസ്പെഷ്യലി ആ ഒരു ISIS-K ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവർ കാബൂളിൽ 2022 ഈ ISIS-K ഗ്രൂപ്പ് അറ്റാക്ക് നടത്തിയിരുന്നു. ഈവൻ മോസ്കോയിൽ 2024 മോസ്കോയിലും ഇവരൊരു ചെറിയൊരു അറ്റാക്കൊക്കെ നടത്തിയിരുന്നു. സോ ഈ ഒരു സെക്യൂരിറ്റി ഡിലേമാനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ അതായത് ചില റഷ്യൻ ഒഫീഷ്യൽസ് ദേ വാണ്ട് ടു ആം ദി താലിബാൻ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ISIS-K. പക്ഷെ ഓവറോൾ റഷ്യ ഭയങ്കര അൺഷുവർ ആണ് ഈ ഒരു സ്ട്രാറ്റജി ശരിക്കും വർക്ക് ചെയ്യുമോ എന്ന് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല.
പിന്നെ ഇവിടെ ഒരു വലിയൊരു, അതായത് ഒരു ബിഗർ ഇമ്പാക്റ്റിലോട്ട് നമ്മൾ നോക്കുന്ന ടൈമിൽ റഷ്യയുടെ ഈ ഒരു മൂവ്, അതായത് ഈ ഒരു റഷ്യയുടെ ഈ ഒരു നീക്കം, ഇറ്റ് മൈറ്റ് ഇൻഫ്ലുവൻസ് നിയർ ബൈ കൺട്രീസ്. ഓക്കെ, ഒരു സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സിനെ, അതേപോലെ തന്നെ നമ്മുടെ ഈവൺ ചൈന മൈറ്റ് ഫോളോ റഷ്യാസ് എക്സാമ്പിൾ. ഓക്കെ, ഇതൊരു പ്രാഗ്മാറ്റിസം, അതായത് ഇറ്റ് സെറ്റ്സ് എ പ്രാഗ്മാറ്റിസം ഓവർ വാല്യൂസ് ട്രെൻഡ്. ഓക്കെ, ഈ ഒരു പ്രാഗ്മാറ്റിസം ഓവർ വാല്യൂസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ രാജ്യങ്ങൾ കൂടുതൽ, അതായത് റഷ്യയുടെ ഈ ഒരു അപ്രോച്ച് എടുക്കുമ്പോൾ ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പവറിലും സെക്യൂരിറ്റിയിലുമാണ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സിലല്ല. ഓക്കെ, സോ അവിടെയുള്ള ഒരു മൈനോറിറ്റി റൈറ്റ്സിന്റെ, അതായത് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള സ്ത്രീകളുടെ കാര്യം വളരെയധികം കഷ്ടമാണ്. ഓക്കെ, സോ അതിലൊന്നല്ല ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പവറിലും സെക്യൂരിറ്റിയിലുമാണ്. ഓക്കെ, അതാണ് ഈ ഒരു പ്രാഗ്മാറ്റിസം ഓർ വാല്യൂ, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഓക്കെ, സോ ദേ ആർ ഫോക്കസിങ് ഓൺ പവർ ആൻഡ് സെക്യൂരിറ്റി, നോട്ട് ഹ്യൂമൻ റൈറ്റ്സ് ലൈക്ക് വുമൻസ് ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ആൻഡ് ഓൾ. സോ നമ്മുടെ റഷ്യ ഈ ഒരു താലിബാൻ ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തല്ലോ, ഇത് നമ്മളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ദർ ഇസ് നോ മേജർ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യ. ഓക്കെ, എന്നാലും നൈസായിട്ടൊക്കെ ഉണ്ട്. റഷ്യയുടെ ഈ ഒരു ഡിസിഷൻ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ഇന്ത്യാസ് പോളിസി ഇൻ എ വെരി ബിഗ് വേ. നമ്മൾ തന്നെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വി വോണ്ട് ഫീൽ പ്രഷേർഡ് ടു ഡു ദ സെയിം ലൈക്ക് വാട്ട് റഷ്യ ഡിഡ്. സോ ഇന്ത്യ താലിബാനുമായിട്ടുള്ള ഈ ഒരു എൻഗേജ്മെന്റ് ഇറ്റ് ഓൾറെഡി എക്സിസ്റ്റ്. ഓക്കെ, ഇന്ത്യ ഒരുപാട് ഇന്ത്യ ഹാസ് ഓപ്പൺഡ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി താലിബാൻ വളരെ ക്വൈറ്റ്ലി ആൻഡ് ഗ്രാജുവലി, ആൻഡ് ദർ ഹാസ് ബീൻ സം കോഓപ്പറേഷൻ. ഓക്കെ, എസ്പെഷ്യലി ഒരു കാശ്മീർ റീജിയനിലുള്ള ഒരു തീവ്രവാദമൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഓപ്പറേഷനൊക്കെ നമുക്ക് കാണാം ഇവരുമായിട്ട്, താലിബാനുമായിട്ട് ഇന്ത്യക്ക്. അതായത് ദർ ഹാസ് ബീൻ സം കോഓപ്പറേഷൻ എസ്പെഷ്യലി റിലേറ്റഡ് ടു പ്രിവെന്റിങ് ടെററിസം ഇൻ കാശ്മീർ. അതേപോലെ തന്നെ ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫുഡും മെഡിസിനും കാര്യങ്ങളൊക്കെ. ലൈക്ക് അതേപോലെ തന്നെ ഈ ഡാമുകളും ഹോസ്പിറ്റൽസും ഒക്കെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിലും നമുക്ക് ആ ഒരു കോഓപ്പറേഷൻ കാണാൻ സാധിക്കും താലിബാനുമായിട്ട്. സോ ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ ലൈക്ക് ഇന്ത്യ ഈസ് ലൈക്ലി ടു കണ്ടിന്യൂ എൻഗേജിങ് ദി താലിബാൻ, പക്ഷെ നമ്മൾ വി ആർ നോട്ട് ഒഫീഷ്യലി റെക്കഗ്നൈസിങ് ദം. നമ്മുടെ ഫോക്കസ് ഡിപ്ലോമാറ്റിക് ടോക്സിലും അതേപോലെ തന്നെ ഈ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ അഫ്ഗാൻ പീപ്പിളിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വിതൗട്ട് എൻഡോസിങ് ദി താലിബാൻ റെജീം. സോ keep its official stand that the Taliban government is not yet legitimate. ഓക്കെ, അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ്, അതാണ്. ഓക്കെ, നമ്മുടെ ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡ് ഇതാണ്, അതായത് ദി താലിബാൻ ഗവൺമെന്റ് ഇസ് നോട്ട് യെറ്റ് ലെജിറ്റിമേറ്റ് എന്നുള്ളൊരു ഇതിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. So we will move on to the next news, which is how is India preparing against global events. Okay, സോ ഈ ഒരു ന്യൂസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഈ GLOF എന്താന്നുള്ള കാര്യമൊക്കെ പറയാം. ക്രോസ് ബോർഡർ ചാലഞ്ചസും പിന്നെ ഇന്ത്യ നേപ്പാൾ ചൈന റിലേഷൻസ്. ഓക്കെ, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ റോൾ എന്താണ്, ഓക്കെ, ഒരു റീജിയണൽ കോപ്പറേഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഫ്ലഡ് ആണ് കേട്ടോ, ഞാൻ പറയാം. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഇങ്ങനത്തെ ഈ GLOF ഇങ്ങനത്തെ ഈ പരിപാടികൾ ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ദി മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ് ഇൻ ഹിമാലയാസ്. ഓക്കെ, സോ ക്ലൈമറ്റ് ചേഞ്ചും ഈ ഒരു ഇതിൽ കടന്നു വരുന്നുണ്ട്. സോ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ GLOF എന്നുള്ളത് ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് ആണ്. ഓക്കെ, ഇത് നേപ്പാളിലും ടിബറ്റിലും ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ ജൂലൈ 8-ാം തീയതി. ഓക്കെ, സോ ഈ കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി ഒരു മാസീവ് ആയിട്ടുള്ളൊരു ഫ്ലഡ് ഉണ്ടായി. ഇറ്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ദി ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഇൻ ടിബറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്ടർ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ റഷ് ചെയ്തത് നമ്മുടെ നേപ്പാളിലോട്ടാണ്. ഓക്കെ, ത്രൂ ദി ഈ ഒരു ലെൻഡേ റിവർ വഴിയാണ് ഈ ഒരു അവിടെ നേപ്പാളിലോട്ട് എത്തിയത്. ഓക്കെ, സോ ഇവിടെ ഉണ്ടായിരുന്ന ഡാമേജ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഇവിടെ ചൈന പണി കഴിച്ച ഒരു പാലം ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു റാസു ഞാനത് സ്പെല്ല് ചെയ്യുന്ന റൈറ്റ് ആണോന്ന് അറിയില്ല. സോ ഈ ഒരു സ്ഥലം ഉള്ളത് നമ്മുടെ നേപ്പാൾ അതേപോലെ ടിബറ്റ് ബോർഡറിലാണ്, ആ ഒരു ഏരിയയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. ഓക്കെ, സോ ഇവിടെ ഒരു പാലം ചൈന കെട്ടിയിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞു പോയി, ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ്. അതേപോലെ തന്നെ നേപ്പാളിൻ്റെ ഇൻലാൻഡ് പോർട്ടും അതേപോലെ 4ഓളം ഹൈഡ്രോ പവർ പ്ലാന്റ്സും വളരെയധികം എഫക്റ്റഡ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്ലഡിൽ. 8% നേപ്പാളിൻ്റെ ആ ഒരു പവർ സപ്ലൈ ഡിസ്റപ്റ്റഡ് ആയി.
ഓക്കെ, പിന്നീട് രണ്ടാമത്തെ ഈ ഒരു ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് അല്ലെങ്കിൽ GLOF, അത് പിന്നീട് മസ്താങ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ, നേപ്പാളിലുള്ള ഒരു ജില്ലയിൽ വേറൊരു ഫ്ലഡ് കൂടി ഉണ്ടായി. സോ മുമ്പ് നടന്ന ഈ ഒരു GLOF ഇവന്റ്സ് മെയ് 2025 നേപ്പാളിലെ ഹുംല എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ 2024 ഇത് ഈ സോലു, ഞാനിതിൻ്റെ പേര് പറയാത്തത് ഇതിങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, 81 അവിടെ ഒരു ഈ ടിബറ്റ് നേപ്പാൾ ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ബോട്ടേകോഷി. സോ ഇവിടെ ഒരു GLOF വന്നിരുന്നു. ഓക്കെ, ആ ഒരു ഫ്ലഡ് ഇവിടെ ഉണ്ടായി. പിന്നീട് 85 ഡിഗിഷോ ബേസ്റ്റ്, പിന്നീട് 1998 താമപ്പൊക്കാരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായി. ഓക്കെ, ഇതിന് മുമ്പ് ഇങ്ങനത്തെ GLOF ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രീവിയസ് ഇവന്റ്സ് ഒക്കെ പറഞ്ഞതെന്നുള്ളത് ഞാൻ പറയാം. സോ ഇപ്പോൾ നേപ്പാൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദേ ഹാവ് റെഡ്യൂസ് ദി വാട്ടർ ലെവൽ ഇൻ ഡേഞ്ചറസ് ലേക്ക് ലൈക്ക് ദി അവിടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ലേക്സ് ആണ്, അതായത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ലേക്കാണ് ഈ രണ്ട് ലേക്ക്, ഇമാഷോ ആൻഡ് ഷോറോൾപ. ഓക്കെ, സോ ഇവിടുത്തെ വാട്ടർ ലെവലൊക്കെ ഒരു റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ ബിൽഡിംഗ് ആർട്ടിഫിഷ്യൽ ഡ്രെയിനേജ് ചാനൽസ് അറ്റ് എ വെരി ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പോൾ എന്താണ് മെയിൻ ആയിട്ടുള്ള നേപ്പാളിൻ്റെ കൺസേൺ എന്താന്ന് പറഞ്ഞാൽ, നേപ്പാൾ ഈസ് വെരി അപ്സെറ്റ് ബിക്കോസ് ചൈന ഒരു ഏർലി വാർണിംഗ് സിഗ്നൽസ് ഒന്നും ഇവർക്ക് കൊടുത്തില്ല. ഓക്കെ, ഈ ഒരു സുപ്രാഗ്ലേഷ്യർ ലേക്കാണ്, അതായത് ഒരു സുപ്രാഗ്ലേഷ്യർ ലേക്ക് ടിബറ്റിലുള്ള ഈ ഒരു സുപ്രാഗ്ലേഷ്യർ ലേക്ക് ഇറ്റ് സഡൻലി ഷ്രാങ്ക് ഫ്രം 63 to 43 ഹെക്ടേഴ്സ് ഇൻ 1 day. ഓക്കെ, അത് കാണിക്കുന്നത് തന്നെ വലിയൊരു പൊട്ടൽ ഇത് എപ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു വിവരം ചൈനയ്ക്ക് കിട്ടിയിട്ട് കൂടി ചൈന ഒന്നും മിണ്ടിയില്ല. സോ നേപ്പാൾ സേസ് ദർ ഷുഡ് ബി എ പ്രോപ്പർ സിസ്റ്റം ടു ഷെയർ ഇൻഫർമേഷൻ ഇൻ ടൈം. സോ നമ്മൾ ഈ ടോട്ടലി ഉള്ള ഒരു ഗ്ലേഷ്യർ ലേക്സിനെ കണക്കെടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആ ഒരു ഹിമാലയൻ റീജിയണിൽ ഏകദേശം 28,000-ഓളം ഗ്ലേഷ്യർ ലേക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സ്പ്രെഡ് അക്രോസ് 11 റിവർ ബേസിൻസ്. അതിൽ തന്നെ 7,500-ഓളം ലേക്സ് ഇന്ത്യയിലാണ്. ഏകദേശം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് എബവ് 4,500 meters. സോ രണ്ട് ടൈപ്പ് ഗ്ലേഷ്യർ ലേക്സ് ഉണ്ട്. ഒന്ന് ഈ സൂപ്രാ ഗ്ലേഷ്യർ ലേക്സ് ആണ്. ഓക്കെ, ആൻഡ് ഇത് മെയിൻലി ഇത് കണ്ടുവരുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഓൺ ദി ടോപ്പ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. ഇത് മെയിനായിട്ട് ഉണ്ടാവുന്നത് ലൈക്ക് ഈ ഐസ് ഉണ്ടല്ലോ, അവിടെയുള്ള ഈ ഒരു ഐസ് മെൽറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം മെയിനായിട്ട് അവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ മൊറൈൻ ഡാംഡ് ലേക്സ് ആണ്. ഓക്കെ, ഇത് ആ ഒരു ഗ്ലേഷ്യേഴ്സിൻ്റെ ആ ഒരു എൻഡിലായിരിക്കും നമുക്കിത് കാണാൻ കഴിയുക, അല്ലെങ്കിൽ ഇത് അവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത് ആൻഡ് ആർ ബ്ലോക്ക്ഡ് ബൈ ഡെബ്രിസ് ഓർ ഐസ് ആൻഡ് ഓൾ. എന്താണ് ഈ ഒരു ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ്സ് ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് ഈ ഒരു 2/3 ഓഫ് ദി GLOF ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഐസ് ഓർ റോക്ക് അവലാഞ്ചസ്. ഓക്കെ, ഈ അവലാഞ്ച് എന്നുള്ളത് നമുക്കറിയാലോ, അത് പെട്ടെന്ന് ഒരു സ്നോ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും. ഓക്കെ, ഇറ്റ് സ്ലൈഡ്സ് ക്വിക്ലി ഡൗൺ ദ സൈഡ് ഓഫ് എ മൗണ്ടെയിൻ അവലാഞ്ച്. സോ ഒന്നെങ്കിൽ ഐസ് ഓർ റോക്ക് അവലാഞ്ചസ് കൊണ്ടാണ് ഇത് മെയിനായിട്ട് ഈ ഒരു ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ്സ് ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ്. ഓക്കെ, ദി ലാൻഡ് സ്ലൈഡ് ഫോളിങ് ഇൻ ടു ദ ലേക്ക്. ഓക്കെ, ഇത് മെയിനായിട്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ബാക്കിയുള്ളത് ഈ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു എക്സസ് വാട്ടർ പ്രഷർ. ഓക്കെ, ആ ഒരു ലേക്കിൽ ഉണ്ടാകുന്ന ഒരു എക്സസ് വാട്ടർ പ്രഷറും എർത്ത് ക്വേക്സ്, ഇതൊക്കെയാണ് മറ്റു കാരണങ്ങൾ. സോ ഇവിടെ ഉള്ളൊരു മോണിറ്ററിങ് പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി സാറ്റലൈറ്റ് ഇമേജസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് വിച്ച് ഷോ ചേഞ്ചസ് ആഫ്റ്റർ എ ഫ്ലഡ്. സോ ദർ ഇസ് നോ റിയൽ ടൈം ഏർലി വാർണിംഗ്സ് ഇൻ മോസ്റ്റ് പ്ലേസസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള റിസ്ക് വളരെയധികം കൂടുതലാണെന്ന് വേണം പറയാൻ. സോ ഇവിടെ ആരൊക്കെയാണ് റിസ്കിലാവുന്നതെന്ന് ചോദിച്ചാൽ, ഓഫ്കോഴ്സ് അതിൻ്റെ അടുത്തുള്ള ഈ ലേക്സിനടുത്ത് വില്ലേജുകൾ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ വില്ലേജസ് ഉണ്ടാവും. ഓക്കെ, അവരുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടത്തിലാണ്. അവിടെയുള്ള പാലങ്ങളും റോഡുകളും ഓക്കെ അതെല്ലാം അതായത് ഡിസ്ട്രോയ് ആവും. ഹൈഡ്രോ പവർ പ്ലാന്റ്സ്, അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി, വൈൽഡ് ലൈഫ്, അതേപോലെ ഈ ഫാമിംഗ്, ടൂറിസം. ഓക്കെ, അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു ലൈവ്ലിഹുഡിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കും. അപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഈ ഒരു ഫ്ലഡ് ഡിസാസ്റ്റേഴ്സ്, ഈ ഒരു GLOF ഡിസാസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 2023
2023 സിക്കിമിലുണ്ടായിരുന്നു. ഓക്കെ, സിക്കിമിലുണ്ടായിരുന്നു. ഒരു സൗത്ത് ലൊണാക്ക് ലേക്കിലാണ് ഇത് ഉണ്ടായത്. സൗത്ത് ലൊണാക്ക് ലേക്കിലാണ് ഇത് ഉണ്ടായത്. ഓക്കെ, സോ ഇത് നമ്മുടെ അവിടെയുള്ള ഒരു ചുങ്താങ് ഡാം ഡിസ്ട്രോയ് ആയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. ഇതിന് ഏകദേശം ഒരു $2 ബില്യൺ ആണ് കേട്ടോ, $2 ബില്യൺ വർത്ത് ആയിട്ടുള്ള ഒരു ഡാം ആയിരുന്നു, അത് പൊട്ടിപ്പോയി. സോ ഈ ഒരു ചുങ്താങ് ഡാം നശിച്ചു പോയി. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ടീസ്ത റിവർ ഇത് നമ്മുടെ ഹിമാലയാസിൽ നിന്ന് വന്നിട്ട് സിക്കിം, വെസ്റ്റ് ബംഗാൾ വഴി ഒഴുകിയിട്ട് ഇത് ബംഗ്ലാദേശിലോട്ട് കയറും ത്രൂ ദി റാങ്പൂർ ഡിവിഷൻ. ആൻഡ് ഈ ഒരു സിൽട്ടേഷൻ അതായത് ഇറ്റ് കോസ്റ്റ് ഹെവി സിൽട്ടേഷൻ ഇൻ ടീസ്ത റിവർ. സിൽട്ടേഷൻ എന്നത് ഈ ഒരു ഫൈൻ പാർട്ടിക്കിൾസ്, അതായത് ഈ സിൽട്ടും ക്ലേ പോലെയുള്ള സാധനങ്ങൾ വാട്ടർ ബോഡീസിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഈ റിവറിലും ലേക്കിലും റിസർവറിലും ഒക്കെ ഈ സാധനം വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അതാണ് സിൽട്ടേഷൻ എന്നുള്ളൊരു പ്രോസസ്സ്. സോ ഈ ഒരു ഡാം ഡിസ്ട്രോയ് ആയതുകൊണ്ട് തന്നെ സിൽട്ടേഷൻ അവിടെ ഉണ്ടായി, ടീസ്ത റിവറിൽ സിൽട്ടേഷൻ ഉണ്ടായി. സോ ഇറ്റ് റെഡ്യൂസ് ദി വാട്ടർ ഫ്ലോ കപ്പാസിറ്റി ഡൗൺ സ്ട്രീം. അതേപോലെ തന്നെ ഇത് ഈ സൗത്ത് ലോണക്ക് ലേക്കിൽ ഉണ്ടായതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് 2013 ഈ ചോരാബാരി ലേക്ക് ഇത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് 2013 ഉണ്ടായതാണ് ഇത്. ഇറ്റ് ഈസ് ട്രിഗേർഡ് ദി കേദാർനാഥ് ഡിസാസ്റ്റർ. അന്ന് ക്ലൗഡ് ബേസ്റ്റും ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ക്ലൗഡ് ബേസ്റ്റ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഓൾ. ഹൺഡ്രഡ്സ് ഓഫ് ഡെത്ത് ആൻഡ് മാസീവ് ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ഹാപ്പൻഡ് ദർ. ഓക്കെ, സോ നമ്മുടെ ഇന്ത്യൻ ഹിമാലയൻ റീജിയണിലുള്ള ഈ ഒരു GLOFകൾ, അതായത് ഈ ഒരു ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചാലഞ്ചസും അതേപോലെ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് മെയിനായിട്ടുള്ള ഈ ഒരു ഗ്ലേഷ്യൽ ലേക്സ് മോണിറ്റർ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ചാലഞ്ച് ഒന്ന് ഇന്നാക്സസിബിലിറ്റി ആണ്. അതായത് നമുക്കറിയാം ഈ ഒരു ഗ്ലേഷ്യൽ ലേക്സ് ഉള്ളത് തന്നെ വളരെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ റിമോട്ട് ഏരിയാസിലാണ്. സോ അവിടുത്തെ ആ ഒരു ടെറൈൻ അത് വളരെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് അവിടെയുള്ള ഒരു വെതർ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹാർഷാണല്ലേ. ഇറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ടഫ് ടു റീച്ച് ആൻഡ് മോണിറ്റർ ദം. അതേപോലെ തന്നെ ഈ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ അവർ വിശ്വസിക്കുന്നത് ആ ഒരു ലേക്ക് അത് ഭയങ്കര സീക്രട്ട് ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി അവിടെ ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ഈ സയൻറ്റിഫിക് ടീമുകളൊക്കെ ദേ ഫേസ് ഒപ്പോസിഷൻ സംടൈംസ് ഫ്രം ദീസ് കമ്മ്യൂണിറ്റീസ് ഡ്യൂറിങ് എക്സ്പെഡിഷൻസ് ദർ. അതേപോലെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മോണിറ്ററിങ് ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു റിയൽ ടൈം മോണിറ്ററിങ് ഇല്ല എന്ന് വേണം പറയാൻ. ഓക്കെ, ദർ ഇസ് നോ റിയൽ ടൈം മോണിറ്ററിങ് സിസ്റ്റം ഇൻ മോസ്റ്റ് ഏരിയാസ്. അപ്പോൾ കറൻ്റ്ലി ഉള്ള ഈ ഒരു സാറ്റലൈറ്റ് വഴിയുള്ള ഒരു റിമോട്ട് സെൻസിങ് ഇറ്റ് ഓൺലി ഷോസ് ചേഞ്ചസ് ആഫ്റ്റർ എ ഫ്ലഡ് ഹാപ്പൻസ്. ഓക്കെ, അതൊരു വാർണിങ്സിന് അത് ഒരു ഹെൽപ്ഫുൾ അല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ നമുക്കിവിടെ വാട്ട് ഡു വി നീഡ് അർജൻ്റ്ലി എന്ന് നോക്കുമ്പോൾ ഒന്ന് വി ഷുഡ് യൂസ് മോർ SAR ഇൻ്റർഫെറോമെട്രി. SAR എന്നുള്ളത് എന്താണ്? സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ. നമ്മൾ ഇന്നലെ നമ്മുടെ ഒരു നിസാർ മിഷനൊക്കെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിരുന്നു അല്ലേ, നാസ ISRO SAR മിഷൻ. സോ ഇറ്റ് വിൽ യൂട്ടിലൈസ് ദി SAR interferometry. So the earth surface ഒക്കെ നമുക്ക് it will map the earth surface and monitor subtle changes including those related to earthquakes, volcanoes and ice sheet dynamics and all. ഓക്കെ, സോ ഈ ഒരു SAR ഇൻ്റർഫെറോമെട്രി എന്നുള്ളത് അത് നമ്മൾ കുറച്ചും കൂടി യൂസ് ചെയ്യണം. ഓക്കെ, ഇതൊരു സാറ്റലൈറ്റ് ബേസ്ഡ് ടെക്നോളജി ആണെന്ന് പറഞ്ഞല്ലോ. ദാറ്റ് ക്യാൻ ഡിറ്റക്ട് ടൈനി ചേഞ്ചസ് ഇൻ എർത്ത് സർഫസ്. ഓക്കെ, സോ വളരെ ഈ ഒരു GLOF അതല്ലെങ്കിൽ ഈ ഒരു ഫ്ലഡുകൾ ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏർലി സൈൻസ് ഒക്കെ ഇതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇന്ത്യൻ ടെക്നോളജിക്കൽ സ്റ്റാർട്ടപ്പുകളെയും റിസർച്ചേഴ്സിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. Okay, we need high resolution real time glacial lake outburst flood detection tools that are sustainable and it should be made in India. So what's planned ahead? അതായത് 2025 മൺസൂറിന് ശേഷം ഇന്ത്യൻ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും they will start new scientific expeditions. ഓക്കെ, സോ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ടു ബിൽഡ് ഈ ഒരു ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേസ്റ്റ് ഫ്ലഡ് പ്രിവെൻഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, സോ ഇത് നമുക്ക് GS പേപ്പർ 3 ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഈ ഒരു ടെക്നോളജികൾ ഓക്കെ, ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ മെയിൻസിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഹിമാലയാസിൽ ഉണ്ടാകുന്ന ഒരു ക്ലൈമറ്റ്
ക്ലൈമറ്റ് ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഹിമാലയസിനെ എഫക്റ്റ് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റ് ആൻഡ് ജോഗ്രഫി, ഗവർണൻസിലും എത്തിക്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഇൻക്ലൂഷനും ഇന്നോവേഷൻ ഡ്രിവൺ ഗവർണൻസ് ആൻഡ് ഓൾ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് വാട്ട് ഹാപ്പൻ ടു ദി ക്രിപ്റ്റോ എക്സ്ചേഞ്ച് കോയിൻ DCX. സോ ഇത് ക്രിപ്റ്റോ കറൻസി സെക്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് GS പേപ്പർ 3 എക്കോണമിയും അതേപോലെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും ഇത് ഹാക്ക് ചെയ്തതാണ്. സോ ഈ ക്രിപ്റ്റോ കറൻസി സെക്ടറിലുള്ള റെഗുലേറ്ററി ഗ്യാപ്സിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. GS പേപ്പർ 3 അത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ന്യൂസ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഇന്ത്യക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലോ ഇല്ല. ഈ ഒരു ക്രിപ്റ്റോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ലോ ഇന്ത്യക്ക് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. FIU രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു FIU ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു മണി ലോണ്ടറിങ്ങും ടെററിസം ഫൈനാൻസിങ്ങും ഒക്കെ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് അനലൈസസ് ദി ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ടു കോമ്പാക്ട് മണി ലോണ്ടറിങ് ആൻഡ് ടെററിസം ഫൈനാൻസിങ് ആൻഡ് ഓൾ. അതേപോലെ തന്നെ ഇറ്റ് ഹൈലൈറ്റ്സ് ദ നീഡ് ഫോർ ലീഗൽ ക്ലാരിറ്റി, അതേപോലെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു ന്യൂസ് യു ക്യാൻ ലിങ്ക് ഇറ്റ് ഇൻ ടു ക്വസ്റ്റ്യൻസ് ഓൺ എക്കോണമിക് സെക്യൂരിറ്റി, ഫൈനാൻഷ്യൽ സ്കാം, സൈബർ റെഗുലേഷൻ ആൻഡ് ഓൾ. അതേപോലെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ ഫോറൻസിക്, ഈ ഒരു കോയിൻ DCXും അതേപോലെ കോയിൻ DCXൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് പറയാം. ഇത് ഹാക്ക് ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ ഒരു WazirX എന്നുള്ളത് അതിന് മുമ്പ് നടന്നിട്ടുള്ള ഇതേപോലെയുള്ള ടൈപ്പ് ഒരു ഹാക്കിംഗ് ആയിരുന്നു. സോ ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ ഈ ഒരു കോയിൻ DCXൽ ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. അവരുടെ കയ്യിൽ കുറച്ച് റിസർവ് ഫണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കമ്പനി അഡ്ജസ്റ്റ് ചെയ്തു. WazirXൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പോയി. സോ ഇങ്ങനത്തെ ഈ ഹാക്കുകളൊക്കെ കാണിക്കുന്നത് ഈ ഒരു സൈബർ കുറ്റങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോ ഇറ്റ് എംഫസൈസ് ദ നീഡ് ഫോർ CERTs ഇൻ സ്ട്രോങ് റോൾ. അവരുടെ ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു റോളിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട്. CERT എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. ഇറ്റ് ഈസ് ആൻ ഓഫീസ് വിത്തിൻ ദി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ ഈ ഒരു ബ്ലോക്ക് ചെയിനിലുള്ള ഒരു മോണിറ്ററിങ് ടൂൾസ് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. അതേപോലെ ഇൻ്റർനാഷണൽ സൈബർ കോഓപ്പറേഷനൊക്കെ കൊണ്ടുവരണം. അതേപോലെ ഈ ഇൻവെസ്റ്റർ അവയർനെസ്സും ഫൈനാൻഷ്യൽ ലിറ്ററസിയും. ഇറ്റ് ഷോസ് ഹൗ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക് ഡ്യൂ ടു അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ നോംസ് വേണമല്ലേ. ആൻഡ് ആ ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്തിക്സിൽ അതേപോലെ GS പേപ്പർ 4 ട്രാൻസ്പാരൻസിയുടെ ആവശ്യം, അതായത് ട്രാൻസ്പാരൻസിയും ക്രൈസിസ് മാനേജ്മെൻറ്റും. ഈ കോയിൻ DCX ഹാക്ക് ആയപ്പോൾ അവർ ഒരൊറ്റ അക്ഷരം അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒന്നും മിണ്ടിയില്ല. ഏകദേശം ഒരു 10-17 മണിക്കൂർ ഇവർ ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. സോ അതൊക്കെ ഒരു എത്തിക്കൽ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നതാണല്ലേ. ഷുഡ് കമ്പനീസ് ഇൻഫോം യൂസേഴ്സ് ഇമീഡിയറ്റ്ലി ഓർ വാട്ട് ഈസ് ദി എത്തിക്കൽ ഡ്യൂട്ടി ഓഫ് ലീഡർഷിപ്പ് ഡ്യൂറിങ് ഫൈനാൻഷ്യൽ ബ്രീച്ചസ് ആൻഡ് ഓൾ. സോ ഈ ഒരു കോയിൻ DCXന് എന്താണ് ഉണ്ടായതെന്ന് നോക്കാം. സോ ഈ കഴിഞ്ഞ ജൂലൈ 19 ഒരു ഇന്ത്യയിലുള്ള ഒരു ഇറ്റ് ഈസ് എ ബിഗ് ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച്. അവർ പറഞ്ഞു, അതായത് അവരുടെ വൺ ഓഫ് ദ ഇൻറ്റേർണൽ വാലറ്റ്സ് ഇത് ഒരു ഡേ ടു ഡേ മണി ഫ്ലോ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നവർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ആൾക്കാർക്ക് പൈസ നഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിൻ DCX പറഞ്ഞത് ആൾക്കാരുടെ പൈസ സേഫാണ്. ബിക്കോസ് അത് അവർ വേറൊരു സെക്യൂർ വാലറ്റിൽ വെച്ചതുകൊണ്ട് തന്നെ അത് സേഫാണ്. ബട്ട് സ്റ്റിൽ മെനി യൂസേഴ്സ് പാനിക്ഡ് ആൻഡ് ലുക്ക് ഔട്ട് ദെയർ മണി. 2024 ഈ ഒരു WazirX ഹാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം കേട്ടോ. സോ അവിടെ ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെട്ടിരുന്നു. ഈ കോയിൻ DCX ഇത് ശരിക്കും 2018 തുടങ്ങിയതാണ്. 2018 നീരജ് കണ്ടൽവാൾ, സുമിത് ഗുപ്ത എന്ന് പറയുന്ന 2 ആൾക്കാർ കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. FIUവിൽ ഇവർ രജിസ്റ്റേർഡ് ആണ്. FIU മീൻസ് ഇന്ത്യാസ് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്. അതിൽ ഇവർ രജിസ്റ്റേർഡ് ആണ്. ഇവർക്ക് ഏകദേശം 1.6 crore അടുത്ത് യൂസേഴ്സ് ഉണ്ട്. സോ ഇവിടെ ഏകദേശം ഈ ഹാക്കേഴ്സ് $44 million അടിച്ചിട്ട് പോയി. ആൻഡ് ഇതിൽ ഈ കോയിൻ DCX ദി കവർ ദി ഫുൾ എമൗണ്ട്. അവരുടെ കയ്യിൽ കുറച്ച് അവരുടേതായിട്ടുള്ള റിസർവ് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പൈസ നഷ്ടമായിട്ടില്ല. സോ ഈ
വേർ യൂസർ ഫണ്ട് സേഫ് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും സംഭവം സേഫാണ്. ഓക്കെ, അതായത് ആൾക്കാരുടെ പൈസ ഇറ്റ് വാസ് കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് കോൾഡ് വാലറ്റ്. ഓക്കെ, അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ യൂസേഴ്സിൻ്റെ ഫണ്ട് ദേ വർ നോട്ട് ടച്ച്ഡ് ബൈ ദി ഹാക്കേഴ്സ്. ഓക്കെ, സോ പക്ഷേ അറൗണ്ട് 44 മില്യൺ സ്റ്റോളൺ ആയിട്ടുണ്ട്. ഓക്കെ, ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. ഓക്കെ, കമ്പനി അത് അവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടു. ഈ ഒരു കോയിൻ DCX എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ ഈ CERT ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ആ ഒരു സൈബർ റെസ്പോൺസ് ഏജൻസി ആയിട്ട് അവർ ഈ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹാക്കിനെ പറ്റിയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു. പിന്നെ ബ്ലോക്ക് ചെയിൻ ഫോറൻസിക്സ് ദേ സ്റ്റാർട്ടഡ് ബ്ലോക്ക് ചെയിൻ ഫോറൻസിക്സ് ടു ട്രാക്ക് ദി സ്റ്റോളൺ ക്രിപ്റ്റോ. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് സമയമെടുക്കും. ഓക്കെ, നമുക്ക് സിംപ്ലി പറയാം, അതായത് ഇതിപ്പോൾ ഒരു ബുക്കിലൊരു പേജുകൾ പോലെയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, ടാക്സ് ലൈക്ക് എ പേജ് ഇൻ ആൻ അക്കൗണ്ട് ബുക്ക്. അതുകൊണ്ട് ഓരോ പേജുകളും ഈ എല്ലാ ബ്ലോക്കും അല്ലെങ്കിൽ എല്ലാ പേജും ഇത് ക്രിപ്റ്റോഗ്രാഫിക്കലി ലിങ്ക്ഡ് ആണ്. ഓക്കെ, ഓരോന്ന് പ്രീവിയസ്ലി ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ചെയിൻ പോലെ ആയിരിക്കും സാധനം പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു പിന്നെ വേറൊരു പ്രശ്നം ഇതിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഹാക്കായി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോയിൻ DCX ഇവർ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞത് ഏകദേശം 17 മണിക്കൂറിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്സ് ഒക്കെ പറഞ്ഞത് ഇത് നല്ല ലേറ്റായി എന്നുള്ളതാണ്. അപ്പോൾ കോയിൻ DCX പറഞ്ഞു ആ ഒരു ദേ സെഡ് ദ ഡിലേ വാസ് നീഡഡ് ടു സ്റ്റോപ്പ് ദ ബ്രീച്ച് ഫസ്റ്റ് ദെൻ ഇൻഫോം യൂസേഴ്സ് എന്നുള്ളൊരു സ്റ്റാൻഡാണ് അവരെടുത്തതെന്നാണ് അവർ പറഞ്ഞത്. സോ ഒരു റിക്കവറി ആൻഡ് സ്റ്റെബിലിറ്റി മെഷേഴ്സിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ ഒരു റിക്കവറി ബൗണ്ടി, ദേ ഹാവ് ലോഞ്ച്ഡ് എ റിക്കവറി ബൗണ്ടി ടു ക്യാച്ച് ദി ഹാക്കേഴ്സ് ഓർ ടു റിക്കവർ ദി ഫണ്ട്. കറൻസി നമുക്ക് ഡെപ്പോസിറ്റും വിഡ്രോവലൊക്കെ ചെയ്യാം, അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആൻഡ് മോസ്റ്റ് ക്രിപ്റ്റോ സർവീസസ് കെപ്റ്റ് റണ്ണിങ്. പക്ഷേ കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു. സോ ഇത് ഈ ഒരു കോയിൻ DCX ഉപയോഗിക്കുന്ന ചില യൂസേഴ്സിന് ചില ഡിലേസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ബട്ട് നോ വൺ വാസ് ബ്ലോക്ക്ഡ് കംപ്ലീറ്റ്ലി. കോയിൻ DCX പറഞ്ഞത് ഈ ഒരു ഡിലേ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ആ ഒരു ഹൈ ട്രാഫിക് വന്നതുകൊണ്ടാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ അതിലോട്ട് കയറി അത് ആക്സസ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ്. അതേപോലെ തന്നെ നോൺ ബാങ്കിങ് അവേഴ്സിലാണ് ഇത് നോക്കിയത്. ഓക്കെ, അല്ലെങ്കിൽ ഈ രാത്രിയും വീക്കെൻഡ്സിലൊക്കെ ഈ ഒരു നോൺ ബാങ്കിങ് അവേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് അത് ഡിലേ ആയത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, സോ നമുക്കറിയാം ഇതൊരു ടോക്കൺ ആയിട്ടായിരിക്കും ഈ സാധനം കിടക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടോക്കൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആൾക്കാർ ഈ ഒരു ഹാക്കായി എന്ന് അവർ മനസ്സിലായപ്പോൾ ആൾക്കാർ ഈ സാധനം ടോക്കൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ അവരുടെ വാങ്ങിച്ചിട്ട സാധനങ്ങളിലൊക്കെ പ്രൈസ് ഡ്രോപ്പുകളൊക്കെ അവർക്ക് കാണാൻ പറ്റി. ഓക്കെ, വാങ്ങിച്ചിട്ട സാധനത്തിൻ്റെ വില കുറയുകയും പിന്നെ ചിലതൊക്കെ അണ്ടർ മെയിൻ്റനൻസ് ആണെന്നൊക്കെയാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പാനിക്കായത്. പിന്നീട് ഈ ഒരു കോയിൻ DCXൻ്റെ ആൾക്കാർ പറഞ്ഞു ദേ ലേറ്റർ ക്ലാരിഫൈഡ് ദാറ്റ് ദ ടോക്കൺസ് വർ സ്റ്റിൽ അവൈലബിൾ ആൻഡ് സേഫ്. സോ ഈ ഒരു കോയിൻ DCX ദർ ലീഡർഷിപ്പ് സെഡ് ക്ലിയർലി ദാറ്റ് നോ യൂസർ മണി വാസ് ലോസ്റ്റ്. ആൾക്കാരുടെ പൈസയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് ഓൾ വിഡ്രോവൽ റിക്വസ്റ്റ് വർ പ്രോസസ്ഡ് എന്നുള്ള കാര്യം പറഞ്ഞു അവർ. ഓക്കെ, ഇട്ട പൈസയൊക്കെ തിരിച്ചെടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞു. സോ ഒരു ക്വിക്ക് സമ്മറി ആയിട്ട് നമുക്ക് പറയാനുള്ളത് 44 മില്യൺ ഒക്കെ ഹാക്ക് ചെയ്തു. പക്ഷെ കോയിൻ DCX അവരത് ആൾക്കാർക്ക് പേ ചെയ്തു ഫ്രം ദെയർ ഓൺ ഫണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഫണ്ട് സേഫാണ്. ഓക്കെ, സോ യൂസർ ഫണ്ട് ആർ സേഫ് ആൻഡ് ദേ ആർ കെപ്റ്റ് ഇൻ സെപ്പറേറ്റ് വാലറ്റ്സ് ആൻഡ് ഓൾ. 17 മണിക്കൂർ ഡിലേ വന്നു ഈ ഒരു അനൗൺസ്മെന്റ് വരാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ക്രിറ്റിസിസം മെയിനായിട്ട്. ഇറ്റ് കോസ്റ്റ് ദി ക്രിറ്റിസിസം ആൻഡ് സം വിഡ്രോവൽ ആൻഡ് ടോക്കൺ ഇഷ്യൂസ് വന്നിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ റിസോൾവ് ആയിട്ടുണ്ട്. ആൻഡ് സെക്യൂരിറ്റി സ്റ്റെപ്സ് വർ ടേക്കൺ ടു പ്രിവെന്റ് ഫ്യൂച്ചർ ഹാക്ക്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു കോയിൻ DCXൻ്റെ ഹാക്ക് 2025 ഉണ്ടായതും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു 2024 വാസിർ എക്സ് ഹാക്ക്. ഓക്കെ, സോ ഇത് ഒരു നോർത്ത് കൊറിയൻ സൈബർ അറ്റാക്ക് ആയിരുന്നു കേട്ടോ. നമ്മുടെ മേലെ വന്ന നോർത്ത് കൊറിയൻ സൈബർ അറ്റാക്ക് ആയിരുന്നു ഈ ഒരു വാസിർ എക്സ്. അതിൽ ഏകദേശം 230 മില്യൺ ഡോളേഴ്സ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ടോട്ടലി. Okay, they lost 230 million due to North Korean cyber attack. Users lost their money. കോയിൻ DCXൻ്റെ കാര്യം പറയുമ്പോൾ 44 മില്യൺ ലോസ്റ്റ് ആയെങ്കിൽ കൂടിയും യൂസേഴ്സ് ഒന്നും എഫക്റ്റഡ് ആയിട്ടില്ല. ഓക്കെ, ലോസ് വാസ് കവേർഡ് ഇന്റേണലി. സോ ഈ ഒരു വാസിറെക്സ് ഹാക്കിന് ശേഷം ദി യൂസേഴ്സ് ലോക്ക്ഡ് ഔട്ട് ഓഫ് ദിയർ അക്കൗണ്ട് ഫോർ എ ലോങ് ടൈം. ഓക്കെ, ഒരു ഹാക്ക് ഉണ്ടായതിനു ശേഷം ആൾക്കാർക്ക് അവരുടെ അക്കൗണ്ടിൽ കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന്.
പിന്നെ ഈ ഒരു ബിനാൻസ് എന്ന് പറയുന്ന അതവരുടെ ഒരു ഫോർമൽ പാർട്ട്ണറാണ്. ഓക്കെ, അപ്പോൾ ഒരു ലീഗൽ ഫൈറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവർ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ ബിനാൻസ് എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ഒരു റിസ്ക്കും ട്രാൻസ്പാരൻസിയും നമ്മൾ ഈ ഒരു കമ്പാരിസൺ എടുക്കുന്ന ടൈമിൽ കോയിൻ DCXൽ ആൾക്കാർക്ക് പൈസ നഷ്ടമായില്ല, വസീറെക്സിൽ ആൾക്കാർക്ക് പൈസ നഷ്ടമായി. വിഡ്രോവൽസിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ചെറിയൊരു ഡിലേ ഉണ്ടായെങ്കിൽ കൂടി കോയിൻ DCX ദി കണ്ടിന്യൂഡ് വിഡ്രോവൽ. പക്ഷെ ഈ വാസിറെക്സിന്റെ കാര്യത്തിൽ അവർ റെസ്ട്രിക്ട് ചെയ്തു, ആൾക്കാർക്ക് അവരുടെ പൈസ വിഡ്രോ ചെയ്യാനുള്ള ഒരു അവസരം അവർ റെസ്ട്രിക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഇവർ 17 മണിക്കൂർ ഇത് കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ അറിയിച്ചത്. ഓക്കെ, മറ്റവര് അറിയിക്കല് വളരെയധികം, അതായത് ദേ വർ ക്രിട്ടിസൈസ്ഡ് ഫോർ വെരി പുവർ റെസ്പോൺസ്. ഓക്കെ, ഈ കോയിൻ DCX ആണെന്നുണ്ടെങ്കിൽ ലീഗൽ ട്രബിൾ ഇല്ല അവർക്ക്. വസീറെക്സിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ഗോയിങ്. ഓക്കെ, അവർ ബിനാൻസുമായിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ റിക്കവറി പ്ലാനിന്റെ കാര്യം പറയുമ്പോൾ ദി റിക്കവറി ബൗണ്ടി ഹാസ് ഓഫേർഡ് ബൈ ദി കോയിൻ DCX. പക്ഷെ വാസിറെക്സിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ ആദ്യത്തെ ഫസ്റ്റ് പ്ലാൻ ഇറ്റ് ഫെയിൽഡ്. ഓക്കെ, സെക്കൻഡ് പ്ലാന് ഇറ്റ് ഈസ് അൺസർട്ടൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു പ്ലാൻ ഈ ഒരു വാസിറെക്സ് ഹാക്കിന് ശേഷമുള്ള ആ ഒരു പ്ലാൻ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, രണ്ടാമത്തെ ആ ഒരു പ്ലാൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ്, ആൾക്കാർക്ക് പൈസ തിരിച്ചു കിട്ടുന്ന ഒരു ഉറപ്പുമില്ല. സോ ഈ ഒരു കമ്പാരിസൺസ് ഒരു സൈബർ സെക്യൂരിറ്റി റിസ്ക്, ഇന്ത്യയിലുള്ള ക്രിപ്റ്റോ സെക്ടറിലുള്ള ഒരു സൈബർ സെക്യൂരിറ്റി റിസ്കിന് കാണിക്കുന്നതാണ്. വാസിറെക്സിന്റെയും അതേപോലെ കോയിൻ DCXന്റെയും ഈ ഒരു ഹാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ആ ഒരു ഇറ്റ് റിഫ്ലെക്ട്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലേറ്ററി ഓവർസൈറ്റ്, ആ ഒരു സെഗ്രിഗേഷൻ, അതായത് ആ ഒരു യൂസർ ഫണ്ട് സെഗ്രിഗേഷനും ക്രൈസിസ് കമ്മ്യൂണിക്കേഷനും പിന്നെ GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റി ടെക്നോളജി ഒക്കെ വരുന്നുണ്ടല്ലേ. സോ അതിലെല്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ എത്തിക്സിലാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും ട്രാൻസ്പാരൻസിയും ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്ത്യയുടെ ഈ ഒരു ക്രിപ്റ്റോ പരിപാടികളിലുള്ള ഈ ഒരു റെഗുലേറ്ററി ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ് നോക്കുന്ന സമയത്ത് ഒരു റെഗുലേറ്ററി ഗ്യാപ്പ് എന്താന്ന് പറഞ്ഞാൽ, കോയിൻ DCX ഇവർ ഈ FIO ഒക്കെ ആയിട്ട് രജിസ്റ്റേർഡ് ആണ്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഒക്കെ ആയിട്ട് രജിസ്റ്റേർഡ് ആണ്. പക്ഷേ ക്രിപ്റ്റോ ഈസ് നോട്ട് ഫുള്ളി റെഗുലേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അത് കാണിക്കുന്നത് അതായത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിയമം ഇവിടെ ഇല്ല ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോയിൽ. അതേപോലെ തന്നെ പൈസ എങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സും റെമഡീസും ഒക്കെ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് സേഫർ ടു സ്റ്റോർ യുവർ ക്രിപ്റ്റോ ഇൻ ഹാർഡ്വെയർ വാലറ്റ്സ്. ഓക്കെ, ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. USB ലൈക്ക് ഡിവൈസസിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഈ സാധനം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർ വാലറ്റ്സിൽ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യാൻ നോക്കുക. വളരെ ലാർജ് എമൗണ്ട് ഒക്കെയാണ് നിങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്നതെങ്കിൽ അതും ലൈക്ക് അവോയ്ഡ് കീപ്പിംഗ് ലാർജ് എമൗണ്ട് ഓൺ എക്സ്ചേഞ്ചസ്. ഓക്കെ, വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ കൂടി അതിലങ്ങനെ ഇടാതിരിക്കുക, വലിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഏറ്റവും കൂടുതൽ ഹാക്കിംഗ് നടക്കുന്നത് ഈ ഒരു ക്രിപ്റ്റോന്റെ പ്രൈസസ് റൈസ് ചെയ്യുമ്പോഴാണ്. ആ ഒരു നമുക്ക് പറയാം, ഈ ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിലാണ് ഈ ഒരു മെയിനായിട്ട് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ആ ഒരു വില കൂടുമ്പോഴാണ്. ഓക്കെ, മെയിനായിട്ടുള്ള ഈ ഒരു ക്രിപ്റ്റോ ത്രെട്ടുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു പ്രൈവറ്റ് ലോഗിൻ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ, അതിന് ആൾക്കാർ കീ എന്നാണ് അതിന് പറയുക. ഓക്കെ, ആ ഒരു പ്രൈവറ്റ് ലോഗിൻ ഡീറ്റെയിൽസ്, ആ ഒരു കീ അത് ഹാക്ക് ചെയ്യും. ഓക്കെ, ഹാക്കേഴ്സ് സ്റ്റീൽ യുവർ പ്രൈവറ്റ് ലോഗിൻ ഡീറ്റെയിൽസ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കീ. അപ്പോൾ കീ തെഫ്റ്റ് ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഫിഷിംഗ് ആണ്. ഓക്കെ, അത് ഈ ഫേക്ക് ആയിട്ടുള്ള ആപ്സിലൂടെയും ഇമെയിൽസിലൂടെയൊക്കെ ദേ വിൽ ട്രിക്ക് യൂസേഴ്സ് ഇൻ ടു ഗിവിങ് ആക്സസ്. ഫിഷിംഗ്. അതേപോലെ തന്നെ ഈ ഒരു കോഡ് വൾനറബിലിറ്റീസ്. ഓക്കെ, അതിൽ വരുന്ന ഒരു കോഡിൽ വരുന്ന ഒരു വൾനറബിലിറ്റീസ് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഓക്കെ, സ്മാർട്ട് കോൺട്രാക്ട് ബഗ്സ്. ഇതാണ് 3 തരത്തിലുള്ള, അതായത് മോസ്റ്റ്ലി കാണാൻ കഴിയുന്ന കോമൺ ആയിട്ടുള്ള ക്രിപ്റ്റോ ത്രെട്ടുകൾ കീ തെഫ്റ്റും ഫിഷിങ്ങും സ്മാർട്ട് കോൺട്രാക്ട് ബഗ്ഗുകളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സേഫ്റ്റി മെത്തേഡ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ 2 ഫാക്ടർ ഒത്തൻറ്റിക്കേഷൻ ഒക്കെ വെക്കുക എന്നുള്ളതാണ്. എനേബിൾ ദി 2FA. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ലാർജ് എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫ്ലൈനിൽ സ്റ്റോർ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൈമിൽ അത് ഡബിൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഡോണ്ട് ഷെയർ യുവർ പാസ്വേഡ് റിക്കവറി ഫ്രേസസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളാണ്, അതായത് എക്സ്ചേഞ്ച് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ ഒരു എക്സ്ചേഞ്ച് ആണ് ആ ഒരു കീസ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അവരായിരിക്കും ഇറ്റ് വിൽ കൺട്രോൾ യുവർ ക്രിപ്റ്റോ. ഓക്കെ, അത് ഇപ്പോൾ നിങ്ങൾക്ക് ആ കീസ് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ആ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ വെക്കുന്നതെങ്കിൽ, അതായത് ഒരു സെൽഫ് കസ്റ്റഡി ആണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഓണർഷിപ്പും
അതേപോലെ തന്നെ ഫുൾ ഓണർഷിപ്പ് ആൻഡ് സേഫ്റ്റി നിങ്ങളുടെ കയ്യിലായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദി കീ റൂൾ ടു റിമെമ്പർ. നോട്ട് യുവർ കീസ്, ഇറ്റ്സ് നോട്ട് യുവർ ക്രിപ്റ്റോ. സോ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ചോള ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടുള്ളൊരു ന്യൂസാണ്. സോ ഈ ഗംഗൈക്കൊണ്ട ചോളാപുരത്ത് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. രാജേന്ദ്ര ചോളൻ്റെ ആ ഒരു ബർത്ത് ആനിവേഴ്സറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫെസ്റ്റിവലായിരുന്നു. സോ അവിടെ നമ്മുടെ PM പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ചോള ഡൈനാസ്റ്റി അവരുടെ ആ ഒരു ഹിസ്റ്ററിയും ലെഗസിയും ഒന്ന് നോക്കാം. ഓക്കെ, ഏർലി ചോളാസ് നമുക്കറിയാലോ, അവരൊരു 9th തൊട്ടൊരു 10th സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഏർലി ചോളാസ്. പിന്നീട് നമുക്ക് കുറച്ചും കൂടി, അതായത് ഈ ഒരു ഇമ്പീരിയൽ ചോളാസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 10th സെഞ്ചുറി തൊട്ടിട്ട് 13th സെഞ്ചുറി വരെയാണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്സ് ആണ് രാജരാജ ചോളനും അതേപോലെ രാജേന്ദ്ര ചോളനും. ഓക്കെ, രാജരാജ ചോള വാസ് എ പവർഫുൾ കിങ്. ഓക്കെ, ഏകദേശം ഒരു 10th സെഞ്ചുറി തൊട്ടിട്ട് 11th സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ആളാണ് പുള്ളി. 985 to 1014 CE വരെ ഇതാണ് പുള്ളിയുടെ ഒരു കാലഘട്ടം. പിന്നീട് 14 തൊട്ടിട്ട്, അതായത് 1014 തൊട്ടിട്ട് 1044 വരെ രാജേന്ദ്ര ചോള വണ്ണിൻ്റെ ടൈം പീരീഡ് ആയിരുന്നു. ഓക്കെ, പുള്ളി ആ ഒരു എംപയറിന് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ കാലഘട്ടങ്ങളിൽ. അതായത് ആ ഒരു ഇവരൊരു മെയിൻ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഇവരുടെ ആ ഒരു നേവൽ എക്സ്പാൻഷൻ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും അല്ലേ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നേവി അവർക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണത്. സോ ഇവരുടെ മെയിൻ ഏരിയ നമുക്കറിയാം തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ശ്രീലങ്ക, മാൽദീവ്സ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കൊക്കെ ഒരുപാട് എക്സ്പാൻഷൻ ഇവർ നടത്തിയിട്ടുണ്ട്. ആൻഡ് ദേ റൂൾഡ് ദ സീസ് ഇൻ ദി ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേവിയുള്ള ആൾക്കാരാണ്. അതാണ് എടുത്തു പറയേണ്ടത് ചോളന്മാരുടെ കാര്യത്തിൽ. അതേപോലെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്ന ടൈമിൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് അവർക്ക് ഉണ്ടായിരുന്നത്, വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഒഫീഷ്യൽസ്. ഓക്കെ, ഒരു നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ വില്ലേജസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ലോക്കൽ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. ലോക്കൽ ഗവൺമെൻറ് അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ റവന്യൂ സിസ്റ്റം സൂപ്പറായിരുന്നു. ടാക്സസ് ഓൺ ലാൻഡ് ആൻഡ് ട്രേഡ് ആൻഡ് ഓൾ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർമി, നേവി ഇവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു മിലിറ്ററി സ്ട്രെങ്ത്തും സൂപ്പറാണ്. പിന്നെ പുതിയ ഇന്നോവേഷൻസ്, അതായത് ഈ ഒരു കുടബോലൈ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതായത് ലൈക്ക് ഇറ്റ് ഈസ് ആൻ ഏൻഷ്യന്റ് വില്ലേജ് ലെവൽ ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് വർ കണ്ടക്റ്റഡ്, ലൈക്ക് ഡ്രോയിങ് ദി ലോട്ട്സ്. അതേപോലെ വളരെ ഈ കനാൽസിൻ്റെ ഒക്കെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു യൂസ് അവർ ചെയ്തിരുന്നു. ഓക്കെ, വാട്ടർ മാനേജ്മെൻറ്റ്. ഓക്കെ, ആൻഡ് എക്കോളജിയുടെ കാര്യത്തിൽ ദേ ഹാവ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് മാനേജ്ഡ് റിസോഴ്സസ്. ഇവർക്ക് ഈ ചൈനയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയൊക്കെ ആയിട്ട് വളരെ അടുത്ത ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, വൈഡ് ട്രേഡ് ടൈസ് വിത്ത് ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, അവിടെ ആ ഒരു ട്രേഡും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൾച്ചർ ആൻഡ് ആർക്കിടെക്ചർ പിന്നെ സൂപ്പറായിരുന്നു. അതായത് നമ്മുടെ ഈ ബൃഹദേശ്വര ടെമ്പിളൊക്കെ ഉണ്ടല്ലോ, ഗംഗൈക്കൊണ്ട ചോളാപുരത്തുള്ള ബൃഹദേശ്വര ടെമ്പിളൊക്കെ, അവിടുത്തെ ഒരു ആർക്കിടെക്ചർ നിങ്ങളത് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അത്രയും അടിപൊളി ആർക്കിടെക്ചറുള്ള സ്ഥലമാണ് അത്. അതേപോലെ ഒരു ദ്രവീഡിയൻ ആർക്കിടെക്ചറും ടവേഴ്സും പിന്നെ കാർവ്ഡ് സ്റ്റോൺസ് ഒക്കെ സൂപ്പറാണ്. പിന്നെ ആ ടെമ്പിൾസ് തന്നെയാണ്, അതായത് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് അന്നത്തെ ആ ഒരു കാലത്ത് ചോളന്മാരുടെ കാലത്ത് പ്രവർത്തിച്ചു വന്നിരുന്നത്. സോ ടെമ്പിൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ദേ വർ പ്ലേസസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. അതേപോലെ ഇവരുടെ എക്സ്പെഡിഷൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ചോള ഷിപ്പ് സെയിൽഡ് ടു ആൻഡ് കോൺക്വേർഡ് പാർട്ട് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ദേ ഹാവ് എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ് വിത്ത് കൺട്രീസ് ലൈക്ക് ചൈന, തായ്ലാൻഡ് ആൻഡ് ഓൾ. പിന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച്. ഓക്കെ, ദേ ഹാവ് ഹെൽപ്പ് ടു സ്പ്രെഡ് തമിഴ് ലാംഗ്വേജ് ആൻഡ് ഹിന്ദുയിസം എബ്രോഡ്. സോ നമ്മുടെ PM മോദി ഈ ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിയുടെ സ്പീച്ചിൽ പുള്ളി പറഞ്ഞത് ഒരു മോഡേൺ റെലവൻസ്, ചോളന്മാരുടെ ഒരു മോഡേൺ റെലവൻസിൽ പുള്ളി എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചോളന്മാരുടെ ആ ഒരു നേവൽ പവർ ഇറ്റ് ഇൻസ്പയർസ് ടുഡേസ് ഡിഫൻസ് തിങ്കിങ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു മാരിടൈം സ്ട്രാറ്റജി. ഓക്കെ, he emphasized the lessons from Chola's naval planning and all. അതേപോലെ തന്നെ ഈ ഒരു തമിഴ് കൾച്ചറിൻ്റെ ആ ഒരു ലിങ്ക്, ഓക്കെ, ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ടുള്ള ആ ഒരു ലിങ്ക് യൂസിങ് ത്രൂ ദി സോഫ്റ്റ് പവർ, യൂസിങ് തമിഴ് കൾച്ചർ ലിങ്ക്സ് ഫോർ ഇൻ്റർനാഷണൽ റിലേഷൻസ്. വളരെ നല്ല ഗവർണൻസിനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞു. ഓക്കെ, ആ ഒരു നല്ലൊരു ഡെമോക്രാറ്റിക് ലോക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ. സോ അവരുടെ ഇത് നോക്കി നമ്മൾ പഠിക്കണം എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഈ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് പുതിയ സ്റ്റാച്യൂസ് രാജരാജൻ്റെയും രാജേന്ദ്ര ചോളയുടെയും ഒക്കെ പുതിയ സ്റ്റാച്യൂസ് പുള്ളി കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ആൻഡ് ദി ഹെറിറ്റേജിൻ്റെ കാര്യം എടുക്കുമ്പം ടെമ്പിൾസും അതേപോലെ മോണുമെൻറ്റ്സും ഒക്കെ പ്രിസർവ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി PM പറഞ്ഞു. അതേപോലെ ഈ പുതിയതായിട്ടുള്ള ഈ ടൂറിസം കുറച്ചും കൂടി ആ ഒരു ഏരിയാസിലൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മുടെ ഈ ഒരു ഗംഗൈക്കൊണ്ട ചോളാപുരത്തൊക്കെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോള സൈറ്റ്സ് ഓക്കെ അതായത് ടൂറിസത്തിലൂടെ ദ ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ടു പ്രൊമോട്ട് ചോള സൈറ്റ് ഫോർ വിസിറ്റേഴ്സ്. അതേപോലെ തന്നെ ഈ ഒരു ഡിപ്ലോമസിയുടെ കാര്യം എടുക്കുമ്പോൾ ദേ ആർ യൂസിങ് ചോള ലെഗസി ടു ബിൽഡ് ടൈസ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. സോ നമുക്ക് സിവിൽ സർവീസിലുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയണ്ടല്ലോ. അതായത് ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിലും മിഡീവൽ ഇന്ത്യൻ എംപയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചോളന്മാർ. അതേപോലെ അവരുടെ ഒരു ടെമ്പിൾ ആർട്ടും കാലത്തുണ്ടായിരുന്ന അവരുടെ അഡ്മിനിസ്ട്രേഷനും ഒരു കൾച്ചറൽ ഡിപ്ലോമസിയും ഒക്കെ IR-ലും GS2-ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരുടെ കുറേ ഗവർണൻസ് മോഡൽസും ഓക്കെ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ GS ഫോർ എത്തിക്സ് ആൻഡ് ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് ഹരിദ്വാറിലെ സ്റ്റാമ്പീഡിനെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. ഓക്കെ 27-ാം തീയതി അതായത് ഇന്നലെയാണ് അത് ഉണ്ടായത്. സോ ഇൻ മാൻസാദേവി ടെമ്പിൾ ഇൻ ഹരിദ്വാർ, ഇത് ഒരു കുന്നിന് മേലെയുള്ളൊരു ക്ഷേത്രമാണ്, ടെമ്പിളാണ്. സോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു റൂമർ വന്നു. അതായത് ആ ഒരു റൂമർ ദാറ്റ് ആൻ ഇലക്ട്രിക് വയർ ഹാഡ് സ്നാപ്ഡ് കോസ്റ്റ് ദിസ് പാനിക്. സോ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് റഷ് ചെയ്തപ്പോൾ അത് സ്റ്റാമ്പീഡിലേക്ക് കാരണമായി. 8ഓളം ആൾക്കാർ മരിച്ചു, 30ഓളം ആൾക്കാർ ഇഞ്ചേർഡ് ആണ്. സോ പോലീസും റെസ്ക്യൂ ടീമും ഒക്കെ എത്തിയിരുന്നു ആൻഡ് ഒഫീഷ്യൽ എൻക്വയറി വാസ് ഓർഡേഡ്. സോ ദാറ്റ് വാസ് എ റെസ്പോൺസ്. സോ ഇന്ത്യയിൽ ഇപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് സ്റ്റാമ്പീഡ്സ് നടന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ കുംഭമേളയിൽ സ്റ്റാമ്പീഡ് ഉണ്ടായി, ശബരിമലയിൽ ഉണ്ടായി, അതേപോലെ വൈഷ്ണോ ദേവി ടെമ്പിളിൽ ഉണ്ടായിരുന്നു, അമൃത്സർ ദസറ ആ ഒരു അതായത് ഇത് 2018 ഉണ്ടായതാണ്. അമൃത്സറിൽ ദസറ സെലിബ്രേഷൻ്റെ ഇടയിൽ അമൃത്സറിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റാമ്പീഡ്. അതേപോലെ ഈ സ്റ്റാമ്പീഡ്സ് ഉണ്ടാവാൻ അതായത് ദ മെയിൻ റീസൺ ദ കോമൺ റീസൺ ഫോർ സ്റ്റാമ്പീഡ് ഈസ് ഒന്ന് വളരെ പൂറായിട്ടുള്ള ക്രൗഡ് കൺട്രോളാണ്. അതായത് ആവശ്യത്തിന് ഈ എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഇല്ലാത്തതും വളരെ വീക്ക് സെക്യൂരിറ്റിയും പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാത്തതൊക്കെ ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഫേക്ക് ആയിട്ട് റൂമേഴ്സൊക്കെ വരുമ്പോൾ ആൾക്കാർ അതായത് ഒരു പാനിക് അവിടെ സൃഷ്ടിക്കും. ദി പാനിക് ട്രിഗേഴ്സ് ഓക്കെ ലൈക്ക് ഫേക്ക് റൂമേഴ്സ്, ഫയർ, അല്ലെങ്കിൽ സഡൻ ഫിയർ ഓഫ് എനിത്തിങ് ലൈക്ക് ഡേഞ്ചർ ആൻഡ് ഓൾ. സോ ബാഡ് ഇൻഫ്രാസ്ട്രക്ചർ അത് മൂന്നാമത്തെ ഒരു കാരണമാണ്. വളരെ നാരോ പാത്തായിരിക്കും, അധികം വീതിയൊന്നും ഇല്ലാത്ത വഴികളിലൂടെയൊക്കെ ആയിരിക്കും ആൾക്കാർ പോകുന്നത്. വളരെ ഡാർക്ക് ഏരിയാസും ഓക്കെ അതേപോലെ ഈ സൈൻ ബോർഡുകളൊക്കെ വളരെ പൂറായിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ ഉള്ളത് ഒരു കാരണമാണ്. ഓക്കെ ദീസ് ആർ ദ മെയിൻ കോമൺ റീസൺ ഫോർ ദ സ്റ്റാമ്പീഡ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമീഡിയറ്റ് ആക്ഷൻ വേണം. ഓക്കെ വളരെ ക്വിക്ക് റെസ്ക്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കണം ത്രൂ പോലീസ്, SDRF, NDRF പോലെയുള്ള ആൾക്കാരൊക്കെ വേണം. ഹോസ്പിറ്റൽ ഹെൽപ്പും അതേപോലെ കോമ്പൻസേഷനും ഒക്കെ കൊടുക്കണം. ആൻഡ് എന്താണ് ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള നല്ല രീതിക്കൊരു എൻക്വയറി ചെയ്തിരിക്കണം. ഓക്കെ സോ ദീസ് ഷുഡ് ബി ദി ഇമീഡിയറ്റ് ആക്ഷൻ. സോ അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറാണ് ഒന്നാമത്തെ കാര്യം. കുറച്ചും കൂടി വൈഡായിട്ടുള്ള സ്റ്റേയേഴ്സ് അല്ലെങ്കിൽ വഴികൾ പാത്ത് കുറച്ചും കൂടി അത് വൈഡാക്കുക. ഓക്കെ കുറച്ചും കൂടി കൂടുതൽ എക്സിറ്റ് പോയിന്റ്സ് വെക്കാൻ പറ്റണം. CCTVയും ലൈറ്റും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. ബെറ്റർ ആയിട്ട് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ടോക്കൺസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ടൈം സ്ലോട്ടൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ വിസിറ്റേഴ്സിൻ്റെ എണ്ണത്തിൽ ആ ഒരു ലിമിറ്റ് വെച്ച് കുറച്ചും കൂടി ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയൊക്കെ നമുക്ക് അവിടെ നിർത്താൻ പറ്റണം. അതേപോലെ ടെക്നോളജിയുടെ യൂസ് എടുക്കുമ്പോൾ ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്പുകൾ നമുക്ക് ഈ ക്രൗഡ് ആപ്പുകളും പിന്നെ ലൗഡ് സ്പീക്കർ അനൗൺസ്മെൻറ്റുകളും ലൈവ് മോണിറ്ററിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതേപോലെ എമർജൻസി ഡ്രില്ലുകളും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സാധിക്കണം അല്ലേ. ആൻഡ് ദർ ഷുഡ് ബി എ ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദി പോലീസ്, ഹെൽത്ത് ആൻഡ് ടെമ്പിൾ അതോറിറ്റീസ്. സോ ഇവിടുത്തെ പോളിസി സജഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് മേക്ക് നാഷണൽ റൂൾസ് ഫോർ ബിഗ് ഗ്യാതറിങ്സ്. ഓക്കെ അതേപോലെ റിലീജിയസ് പ്ലേസസിൽ കുറച്ചും കൂടി സേഫ്റ്റി ചെക്കുകൾ ചെയ്യാൻ പറ്റണം. ഇൻഷുറൻസ് ഒക്കെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിലിഗ്രിംസിന്. ഓക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് കൊടുക്കണതായിരിക്കും നല്ലത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. സോ ഇതിൽ നമ്മുടെ എക്സാമിനുള്ള റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. GS പേപ്പർ 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഗവർണൻസിൻ്റെ ഒരു പരാജയം നമുക്ക് കാണാൻ പറ്റും. പബ്ലിക് പോളിസി
ആൻഡ് ഓൾ എത്തിക്സിൽ, അതായത് GS പേപ്പർ 4 അതോറിറ്റീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയും സിറ്റിസൺസിൻ്റെ സേഫ്റ്റിയും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം, വിച്ച് ഈസ് ആ ഒരു ലഡ്കി ബഹിൻ സ്കീം അത് ക്യാൻസൽ ചെയ്തതിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അത് പോസ് ചെയ്തതിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ലഡ്കി ബഹിൻ സ്കീം മഹാരാഷ്ട്രയിലുള്ളതാണ്. ഇതൊരു ഗവൺമെൻറ് സ്കീമാണ്. സോ ഈ ഒരു സ്കീം വഴി 1500 രൂപ എല്ലാ മാസവും സ്ത്രീകൾക്ക് ലഭിക്കും. ഓക്കെ, the government, it is a government scheme that gives 1500 every month to women from low income families in Maharashtra. ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റിലാണ്, 2024 ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകൾക്കായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം 2.25 crore വുമൺ ഹാവ് ഓൾറെഡി റിസീവ്ഡ് ദ മണി. പക്ഷേ ഇപ്പോൾ പേയ്മെൻറ്റ് പോസ് ചെയ്തിരിക്കുകയാണ്, ജൂണിൽ പോസ് ചെയ്തതാണ്. സോ ഇത് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് ഈസ് ചെക്കിങ് ഇഫ് പീപ്പിൾ ലൈഡ് ടു ഗെറ്റ് മണി. അതായത് ആൾക്കാർ കള്ളം പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കുന്ന ഒരു ഇത് ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 2-ൽ കൂടുതൽ സ്ത്രീകൾ ഇതിന് അപ്ലൈ ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇതൊരു വുമൺ ഓൺലി സ്കീമാണ്. ഇതിൽ പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫേക്ക് ആയിട്ടുള്ള എൻട്രീസൊക്കെ നടത്തിയതായിട്ടാണ് അവർ പറയുന്നത്. സോ ഇത് റൺ ചെയ്യുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയാണ് മഹാരാഷ്ട്രയിലെ. ഇതേപോലെയുള്ള സിമിലർ സ്കീംസ് വേറെ, അത് മധ്യപ്രദേശിലെ ഇതേപോലൊരു ലഡ്ലി ബെഹന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട്. അതേപോലെ കർണാടകയിൽ ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീം, അതേപോലെ തെലങ്കാനയിൽ മഹാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമുണ്ട്. ഓക്കെ, സോ നമുക്ക് എക്സാം റെലവൻസ് എടുക്കുമ്പോൾ GS പേപ്പർ 2 ഗവർണൻസ് ആൻഡ് വെൽഫെയർ സ്കീംസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഒരു വൾണറബിൾ സെക്ഷൻസിൻ്റെ വെൽഫെയർ സ്കീംസ്. ഓക്കെ, ദാറ്റ്സ് ദ ടോപ്പിക് ഹിയർ. ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ ഈ ഒരു DBT വഴിയാണല്ലോ ഈ സാധനം എത്തിക്കുന്നത്, ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ലെവൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം ഫോർ വുമൺ എംപവർമെൻറ്റ്. ഓക്കെ, ആ ഒരു ഈ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർക്ക് ഇത് എത്തുന്നുണ്ട്. അതായത് ഒരു ടാർഗറ്റഡ് ഡെലിവറി. ഓക്കെ, ഇറ്റ് റിഫ്ലെക്ട്സ് ദി ഇഷ്യൂസ് ഓഫ് ടാർഗറ്റഡ് ഡെലിവറി, ട്രാൻസ്പാരൻസി, അതേപോലെ ബെനിഫിഷ്യറി ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, ആ ഒരു ഇതിൽ വരുന്ന ഇഷ്യൂസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ കുറേ ആൾക്കാർ, ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ലീക്കേജ് ആൻഡ് മിസ്യൂസ് ക്യാൻ ഹാപ്പൻ ഈവൺ ഇൻ ദി ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീം. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഗവർണൻസും വെൽഫെയറിൻ്റെ കാര്യമാണ് GS പേപ്പർ 2. അതേപോലെ തന്നെ ഗവർണൻസും ടെക്നോളജിയും GS പേപ്പർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമുക്കറിയാമല്ലേ, ഒരു ഗവർണൻസിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ് ഒരു വിഷയം. സോ ഇതിൻ്റെ റെലവൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ സ്കീംസ് ഇവർ യൂസ് ചെയ്യുന്നത് ആ ഒരു ഡാറ്റ വെരിഫിക്കേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ ദി IT ഡിപ്പാർട്ട്മെൻറ്റ് ടു വീഡ് ഔട്ട് ഫേക്ക് ബെനിഫിഷ്യറീസ്. ഒരു ഡിജിറ്റൽ ടൂൾസിൻ്റെ ഒക്കെ, അതായത് ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഡിജിറ്റൽ ടൂൾസ് ഇൻ പ്ലഗിങ് സബ്സിഡി ലീക്കേജസ് ആൻഡ് ഓൾ. SA പേപ്പറിൽ വുമൺ എംപവർമെൻറ്റും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റിലൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് ഒരു കമ്പാരിറ്റീവ് ഫെഡറലിസം ഇൻസൈറ്റ്, അതായത് യു ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് സിമിലർ സ്കീംസ് ഇൻ അതർ സ്റ്റേറ്റ്സ് ലൈക്ക് MP, കർണാടക ആൻഡ് തെലങ്കാന. പറഞ്ഞില്ലേ, ഒരു ലഡ്ലി ബെഹനി, ഗൃഹലക്ഷ്മി, മഹാലക്ഷ്മിയൊക്കെ ആയിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു UPSC മെയിൻസ് ആൻസേഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റണം. ഈ ഒരു വുമൺ ഫോക്കസ്ഡ് ഗവർണൻസിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കണം നിങ്ങളുടെ ആൻസേഴ്സിൽ. ഓക്കെ, ഈ ഒരു പോളിസി എക്സിക്യൂഷനിൽ വരുന്ന ചാലഞ്ചസും ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ വെരിഫിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവർണൻസ് ആൻഡ് ഓൾ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എക്സാം പെർസ്പെക്റ്റീവ്. ഓക്കെ.